ഹായ് ഹലോ. ഞാൻ എൻ്റെ ഹെയർ കെയർ വീഡിയോ ഇട്ടിരുന്ന സമയത്ത് എന്നോട് ഒരുപാട് പേര് ചോദിച്ചിരുന്നു ഞാൻ അതിൽ പറഞ്ഞ ഹെന്നയുടെ റെസിപ്പി വീഡിയോ ചെയ്തിടാവോ എന്ന്. ഞാൻ ഇന്നിടാം നാളെ ഇടാം എന്ന് പറഞ്ഞ് പറ്റിച്ചിരിക്കുകയായിരുന്നു. അതിന് കാരണം ഒന്നുമല്ല, ഞാൻ ആ വീഡിയോ ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതിൽ പറയാൻ വിട്ടുപോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആയിട്ട് ചെയ്ത് മറക്കാതെ എല്ലാം ഇട്ടുതരാം. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്ത സമയത്ത് അതിൽ പറഞ്ഞിട്ടുള്ള 2 സാധനങ്ങൾ ഇടാൻ മറന്നുപോയി. അത് ഞാൻ പിന്നെയാണ് നോട്ട് ചെയ്തത്. അപ്പോൾ എഴുത്തും പോയി. വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു വെപ്രാളത്തിൽ ഞാൻ എന്ത് ചെയ്തതെന്നറിയോ, സാധാരണ ഞാൻ 2 തവണത്തേക്ക് ഇടാനുള്ള കലക്കുന്ന എണ്ണ ഇത്തവണ 4 തവണത്തേക്ക് ഒരു കവർ ഫുൾ മിക്സ് ചെയ്തു. അപ്പോൾ പിന്നെ എനിക്ക് ഒരു വീഡിയോ കൂടി എടുത്ത് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി വെയിറ്റ് ചെയ്തതാണ്. പക്ഷേ ഓൾറെഡി എണ്ണ ഇരിക്കുന്ന സ്ഥിതിക്ക് ഇനി ഞാൻ എണ്ണ എടുത്തു കഴിഞ്ഞാൽ അതും വേസ്റ്റായി പോകുന്നുള്ളതുകൊണ്ട് പിന്നെ ഞാൻ ഈ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഞാൻ മറന്നുപോയ 2 സാധനങ്ങൾ ഞാൻ മെൻഷൻ ചെയ്യാം. എന്നോട് നിങ്ങൾ ദയവ് ചെയ്ത് ക്ഷമിക്കണം. ഇതുവഴി എൻ്റെ സെറാമിക്കിൻ്റെ സ്പൂൺ നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമെന്ന് കരുതുന്നു. എല്ലാ തവണയും സ്റ്റീൽ സ്പൂണിൽ യൂസ് ചെയ്യുന്ന ഞാൻ ഇത്തവണ സെറാമിക് എടുത്തത് നിങ്ങളെ കാണിക്കണമെന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ്. ആയിരിക്കും സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? അപ്പം ഞാൻ പാത്രം എടുത്തു, വെള്ളം എടുത്തു, അതിൽ തേയില ഇട്ടു, ഗ്രാമ്പൂ ഇട്ടു, ഉലുവ, റോസ്മറി ലീവ്സ് ഒക്കെ ഇട്ടു. പക്ഷേ സവാളയും കരിജീരകവും ഇടാൻ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ സവാള ഞാൻ അരിഞ്ഞെടുത്ത് വെച്ചതാണ്. പക്ഷേ ഒരു കൈ കൊണ്ട് വീഡിയോ എടുത്തിട്ട് ഇത് ഒരു കൈ കൊണ്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനിൽ സത്യത്തിൽ ഞാൻ മറന്നുപോയി. കാരണം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ റെഡിയാക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് സത്യം. ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം പ്രോപ്പറായിട്ട് എല്ലാം ചെയ്തതാകുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഇത്തവണ വീഡിയോ എടുത്തതുകൊണ്ട് എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഹെന്ന കൂടുതൽ എടുത്തത് ഓർക്കാതെ ഞാൻ നോർമലി എപ്പോഴും ഹെന്നയൊക്കെ എടുക്കുന്ന വെള്ളം മാത്രമേ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് നെല്ലിക്കയൊക്കെ ഇട്ട് ഞാൻ തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ്, അത് അരിച്ച് തണുത്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഓർത്തത് ഹെന്ന കൂടുതലുണ്ടല്ലോ എന്ന്. അങ്ങനെ ഇത്തവണ മൊത്തത്തിൽ അബദ്ധമായിരുന്നു. അങ്ങനെ പിന്നെ രണ്ടാമത് ഞാൻ വീണ്ടും വെള്ളം തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം ഇട്ടതിന് ശേഷം വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. നമ്മൾ 3 ഗ്ലാസ് വെള്ളം 4 ഗ്ലാസ് വെള്ളമാണ് വയ്ക്കുന്നതെങ്കിൽ അത് 3 ഗ്ലാസ് വെള്ളമാകുന്നത് വരേക്കെങ്കിലും നന്നായിട്ട് വെട്ടി തിളപ്പിച്ച് ഇതിൻ്റെ ആ ഒരു സത്ത് മുഴുവൻ നമ്മളതിലേക്ക് ഇറക്കിയതിന് ശേഷം മാത്രം അത് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കാവൂ. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ഇത് അരിച്ചെടുത്തിട്ട് നമ്മൾ ഹെന്നയിലോട്ട് ചേർക്കാവൂ. ഇത് വെറുതെ അരിച്ചെടുത്താൽ മാത്രം പോരാ, ആ ചണ്ടിയിൽ ഒരുപാട് വെള്ളം ഉണ്ടാവും. നമ്മൾ ഒന്നുകിൽ കൈ കൊണ്ടോ അതല്ലെങ്കിൽ നല്ലൊരു തുണിയിലേക്ക് ഇട്ടിട്ടോ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. അതിൽ തന്നെ ഏതാണ്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. നമ്മൾ ശരിക്കും നല്ലതായിട്ട് പിഴിഞ്ഞെടുത്താലേ കിട്ടുള്ളൂ. ഞാൻ ഈ ഹെന്ന മേടിച്ചത് ഇവിടുത്തെ സ്പൈസസൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് ലൂസ് ഹെന്നയാണ്. ഞാനത് പാക്ക് ചെയ്ത് മേടിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിൽ എനിക്ക് പറ്റിയ അബദ്ധം എന്ന് വെച്ചാൽ വീഡിയോയിൽ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ ഇട്ടതുകൊണ്ട് തന്നെ ഫുൾ കവർ ഹെന്ന ഞാൻ ഇടുക ചെയ്തത്. സാധാരണ ഇതിൻ്റെ പകുതി എടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 തവണ ഇടാനായിട്ട് ഹെന്ന ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ക്യാമറയിൽ ശ്രദ്ധിച്ചതുകൊണ്ട് തന്നെ മുഴുവൻ ഹെന്ന ഇടുകയും ചെയ്തു. പക്ഷേ അതിന് അത് മിക്സ് ചെയ്യാനുള്ള വെള്ളം തികയുകയും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ രണ്ടാമത് പെട്ടെന്ന് ചൂടാക്കി എടുത്തു. ഇത്തവണ ഞാൻ ഉലുവയും തേയിലയും റോസ്മറി ലീവ്സും മാത്രമേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനിത് റെക്കോർഡ് ചെയ്യുന്നത് നൈറ്റ് 2 മണിക്കാണ്. വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ അത്രയും ഡിലേ ആയിട്ടുണ്ടായിരുന്നു. സോ പെട്ടെന്ന് ഞാനത് അരിച്ച് എടുത്ത്. പക്ഷേ അത് ഭയങ്കരമായിട്ട് തണുക്കാൻ വെയിറ്റ് ചെയ്യാൻ ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ വെച്ച് തണുപ്പിച്ചൊക്കെ എടുത്തു. എന്നിട്ട് ചെറിയൊരു ചൂടുണ്ടായിരുന്നു അതിൽ ഞാൻ അതിലോട്ട് ഒഴിക്കുമ്പോഴും. പക്ഷേ സമയം നന്നായിട്ട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അത് ഒഴിച്ച് മിക്സ് ചെയ്ത് വെക്കുക ചെയ്തത്. ഞാൻ എപ്പോഴും മിക്സ് ചെയ്ത് വെക്കുമ്പോൾ കുറച്ച് കട്ടിക്ക് വെക്കും. കാരണം ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. എന്നിട്ട് എനിക്ക് അപ്പോൾ ഇടാനായിട്ട്, അതായത് പിറ്റേന്ന് ഇടാൻ ഞാൻ വേണ്ടി കുറച്ച് മാറ്റുന്ന സമയത്ത് അതിലേക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം, അത് നിർബന്ധമില്ല. കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ ഇട്ട് നമ്മളൊരു 20 മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മുടെ കഴുത്തിലേക്കൊക്കെ ഒലിച്ചിറങ്ങും. അപ്പോൾ എനിക്ക് അങ്ങനെ ഒലിച്ചിറങ്ങുന്ന ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് കട്ടിക്കാണ് ഇടുന്നത്. പിന്നെ ഞാൻ തന്നെ തയ്യാറാക്കി, നമ്മൾ ഈ സലൂണിലൊന്നും പോയിട്ടല്ലാതെ ഞാൻ തന്നെ തയ്യാറാക്കി ഇടുന്നതുകൊണ്ട് പിന്നെ എനിക്ക് കട്ടിക്ക് വേണമെങ്കിൽ ഇടാൻ കുഴപ്പമില്ല. സലൂണിലൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടിയൊക്കെ ലൂസാക്കിയിട്ടായിരിക്കും അവരിടുന്നത്. കാരണം കൂടുതൽ പ്രോഡക്റ്റ് ഒരുപാട് ഇതാകാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് ഇടുന്നത് കുറച്ച് കട്ടിക്കിടുന്നതാണ് ഇഷ്ടം. കാരണം ഒലിച്ചിറങ്ങി ഡ്രസ്സിലൊക്കെ ആകെ വൃത്തികേടാവും. അതുകൊണ്ട് ഞാൻ കുറച്ച് എപ്പോഴും തയ്യാറാക്കി വെക്കുമ്പോഴും കട്ടിക്ക് വെക്കും. അത് തന്നെ ഇടാൻ എനിക്ക് കോരി മാറ്റുന്നതും കുറച്ച് കട്ടിക്കാണ് ഞാൻ വെക്കാറ്. ഇത് മിക്സ് ചെയ്യുന്നതിന് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഞാനിതിൻ്റെ പകുതി മാത്രം തയ്യാറാക്കുന്ന പാത്രത്തിലാണ് മുഴുവൻ ഹെന്നയും തട്ടിയിട്ടത്. വേറെ വലിയ ബൗൾ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനത് സത്യം പറഞ്ഞാൽ ഓർത്തില്ലായിരുന്നു ഇത് ഫുൾ ഹെന്ന തട്ടിയിട്ടുണ്ടെന്ന്. പക്ഷേ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് അതിൻ്റെ ശരിക്കും ബുദ്ധിമുട്ട് വന്നത്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കട്ട പിടിച്ചിട്ടിരിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാൻ ശ്രമിക്കണം. കാരണം ഞാനിത് കുറച്ച് വെച്ചിരുന്നുകൂടി ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിത് എപ്പോഴും കളർ പർപ്പസ്, കളറിന് വേണ്ടിയിട്ടല്ലാതെ ആയതുകൊണ്ട് ഞാൻ എപ്പോഴും കുറച്ച് ഓയിൽ, ഒന്നുകിൽ ഒലിവ് ഓയിൽ അതല്ലെങ്കിൽ എൻ്റെ എണ്ണ
അല്ലെങ്കിൽ ആൽമണ്ട് ഓയിൽ എന്തെങ്കിലും മിക്സ് ചെയ്ത് വെക്കാൻ ശ്രമിക്കുക. കാരണം മുടി ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാതിരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. കളറിന് വേണ്ടിയിട്ട് ഇടുന്നവരാണ്, ഹെന്ന തയ്യാറാക്കുന്നവരാണെങ്കിൽ ഈ ഓയിലിൻ്റെ ഒരു സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കണം കേട്ടോ. ഞാനിത് കലക്കി വെക്കാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് തന്നെ പിറ്റേന്ന് വൈകിട്ടാണ് ഞാനിത് എടുത്തത്. കലക്കി വെച്ചപ്പോൾ നല്ലൊരു ഗ്രീൻ കളറായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കളർ നന്നായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്കിത് രണ്ടാമത് തയ്യാറാക്കിയ വെള്ളത്തിൽ കുറച്ച് വെള്ളം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. ഞാനത് കളയാറില്ല. അങ്ങനെ വരുന്ന സമയത്ത് ഇത് അല്ലാതെ തന്നെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വാട്ടറാണ്. ഞാൻ പാക്കോ അല്ലെങ്കിൽ ഹെന്നയൊന്നും ഇടാത്ത സമയങ്ങളിൽ കുളിക്കുന്നതിന് മുമ്പ് അരമണിക്കൂർ ഇത് ജസ്റ്റ് ഒന്ന് തലയിൽ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കുളിക്കാറുണ്ട്. നല്ലതാണിത്. അപ്പോൾ എനിക്ക് അന്നത്തേക്ക് ഉപയോഗിക്കാനായിട്ട് കോരി മാറ്റിയതിന് ശേഷം ബാക്കി ഞാൻ സിപ്പ് ലോക്ക് ബാഗിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഇത് ഇത്രയാണ് എനിക്ക് അന്ന് ഇടാനായിട്ട് എടുത്ത് മാറ്റിയത്. എനിക്ക് അങ്ങനെ കോരി മാറ്റിയപ്പോൾ തന്നെ എൻ്റെ കൈ നല്ല കളറായിട്ടുണ്ടായിരുന്നു. നല്ല എണ്ണയാണിത്. അപ്പോൾ ഞാൻ ഇട്ടതിന് ശേഷം എൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്തതിന് ശേഷം എനിക്ക് ബാക്കി വന്നതാണ്. എൻ്റെ ഹെയറിൽ ഞാൻ സാധാരണ ഗ്ലൗസ് യൂസ് ചെയ്തിട്ടാണ് ഇടുന്നത്. പക്ഷേ ഇത്തവണ എനിക്കിത് ഹെന്ന കോൺ ഉണ്ടാക്കാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നുണ്ട്. എത്രത്തോളം ചോക്കുമെന്നറിയാൻ ഞാൻ വെറും കൈ കൊണ്ടാണ് ഹെന്ന ഇട്ടത്. അതിനുശേഷം എനിക്ക് 3 ബാഗിലായിട്ട് കിട്ടിയിട്ടുണ്ട്. മൊത്തം ഇനി ഒരു 3 തവണ കൂടി എനിക്ക്